നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളെ, നമ്മുടെ ആയുസ്സിൽ പിന്നെയും ദൈവം ആയുസ് ദീർഘമാക്കി നൽകിയത് കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ നമുക്ക് ലഭിച്ചു. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മക്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് ആ കുടുംബത്തെ മൊത്തമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് രോഗം ഇന്നത്തെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന പല വിധത്തിലുള്ള രോഗങ്ങൾ ആ കുടുംബത്തിൻ്റെ സമാധാനവും സാമ്പത്തിക അടിത്തറയും ഇല്ലാതാക്കും. അങ്ങനെ പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളെ ഓർത്ത് നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എത്ര ശ്രമിച്ചാലും അതിൽ നിന്നൊരു മോചനം ലഭിക്കാത്തിടത്തോളം കാലം ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയില്ല. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു മകനെയും കൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന ഒരു പിതാവിൻ്റെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പിതാവ് ഒരു ദുരാത്മാവ് ബാധിക്കുന്ന ഒരു മകനെ കൂട്ടിക്കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. എന്നാൽ യേശു അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ശിഷ്യന്മാർക്ക് ആ ദുരാത്മാവിനെ പുറത്താക്കി ആ മകന് സൗഖ്യം നൽകുവാൻ കഴിഞ്ഞില്ല. ശാസ്ത്രിമാരും വളരെ വലിയ പുരുഷാരും അവിടെ കൂടിയിരുന്നു. അവർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. ആ സമയത്താണ് യേശു അവിടെ എത്തുന്നത്. യേശുവിനെ കണ്ടപ്പോൾ ജനങ്ങൾ ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. യേശു ചോദിച്ചു, നിങ്ങളെന്താ അവിടെ സംസാരിക്കുന്നത്? എന്താണ് അവിടെ തർക്കം? അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, അതിൽ ഈ കൊച്ചൻ്റെ പിതാവ് ആ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ ഈ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അവനെ ഒരു രോഗാത്മാവ്, ഒരു ദുരാത്മാവാണ് ബാധിച്ചിരിക്കുന്നത്. അതിനെ പുറത്താക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. യേശു ശിഷ്യന്മാരെ ശാസിക്കുവാനിടയായി. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഇരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളെ സഹിക്കും? എല്ലാ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അങ്ങനെയുള്ള എല്ലാ അധികാരവും അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. അതിൻ്റെ പിന്നിലെ കാരണം യേശു വ്യക്തമാക്കുന്നത് അവിശ്വാസമുള്ള മനുഷ്യർ. അവരുടെ അവിശ്വാസം നിമിത്തമാണ് ആ മകനെ സൗഖ്യമാക്കുവാൻ അവർക്ക് കഴിയാതിരുന്നതെന്ന് ഏറ്റവും ഒടുവിലായിട്ട് ശിഷ്യന്മാർ യേശുവിനോട് സംസാരിക്കുമ്പോൾ യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിന് വരുന്നവർക്കും വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ഈ അവസ്ഥയിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സൗഖ്യവും വിടുതലും ഉണ്ടാകുമെന്ന് ആദ്യമേ അങ്ങനെ പോകുന്നവർക്ക് ഒരു ഉറപ്പും വിശ്വാസവും വേണം. അവിടെ ദൈവം പ്രവർത്തിക്കും. ഇതാ, ആ മകനെ ബാധിച്ചിരുന്നത് ഒരു ഊമനും ചെകിടനുമായ ഒരു ആത്മാവായിരുന്നു, ഒരു ദുരാത്മാവ്. എപ്പോഴൊക്കെ ഈ ദുരാത്മാവ് ഈ മകനെ ബാധിക്കുന്നുവോ, ഈ മകൻ പല്ല് കടിച്ച് നുരയും പതയും വന്ന് അവനെ പലപ്പോഴും വെള്ളത്തിൽ കൊണ്ടിടാറുണ്ട്, തീയിൽ കൊണ്ടിടാറുണ്ട്. എങ്ങനെയും അവനെ വകവരുത്തുവാൻ, കൊല്ലുവാനുള്ള ഒത്തിരി പ്രയത്നം നടത്തി. പക്ഷേ
യേശുവിൻ്റെ മുൻപിൽ അവൻ എത്തി ഒരു വിടുതൽ അവന് ലഭിക്കേണ്ടതായതുകൊണ്ട് ആ ദുരാത്മാവിന് അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഒടുവിൽ ആ മകൻ്റെ പിതാവ് യേശുവിനോട് പറഞ്ഞു, യേശുവേ, നിന്റെ ശിഷ്യന്മാർക്കോ കഴിഞ്ഞില്ല, നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കണമേ. യേശു അതിന് പറഞ്ഞ ഒരു മറുപടി, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നോ, അതായത് എനിക്കെന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. എനിക്കെന്ന് മാത്രമല്ല, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് യേശു ഉറപ്പായിട്ട് മറുപടി നൽകുന്നു. അതെ, നമ്മുടെ വിശ്വാസം പരമപ്രധാനമാണ്. ആരെങ്കിലും നമ്മുടെ അടുക്കൽ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നാൽ, ഒരു രോഗിയെ കൊണ്ട് നമ്മുടെ അടുക്കൽ വന്നാൽ, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമോ എന്നുള്ള ചിന്ത വരാൻ പാടില്ല. വന്നാൽ പോയി, പിന്നെ ആ ശുശ്രൂഷ അവിടെ നടക്കുകയില്ല. പൂർണ്ണ വിശ്വാസം ആ ശുശ്രൂഷിക്കുന്ന ആൾക്കും കൊണ്ടുവരുന്ന ആൾക്കും വേണം. അവിടെയാണ് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. യേശു ആ ഊമനും ചെകിടനുമായ ദുരാത്മാവിനെ ശാസിച്ച് പുറത്താക്കി അതവനെ താഴെയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. അവസാനം രക്ഷയില്ലാതെ യേശുവിന് മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ അവനിൽ നിന്ന് വേറിട്ട് പോയി. അങ്ങനെ ആ പൈതൽ സൗഖ്യമാകുവാനിടയായി തീർന്നു. സ്തോത്രം. അവൻ മരിച്ചതുപോലെ ആയിത്തീർന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ പിതാവിന് ആ പൈതലിനെ നൽകി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ആ ഒരു ഭവനത്തിലെ മാത്രം അവസ്ഥയല്ല. പല വിധത്തിലുള്ള ഇങ്ങനെയുള്ള ദുരാത്മാവ് ബാധിച്ചിട്ട് ജീവിതം ദുസ്സഹമായി തീർന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല. എത്ര വലിയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, വലിയൊരു മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോയാലും ആധുനികമായ വൈദ്യശാസ്ത്രത്തിന് ചിലതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ വെറുതെ കുറച്ച് മരുന്നുകളൊക്കെ പ്രയോഗിക്കും. പക്ഷേ അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം അവരുടെ സ്കാനിങ്ങിലൊന്നും തെളിഞ്ഞു വരാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ദൈവാത്മാവുള്ളവന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, നമ്മുടെ കർത്താവിന് അതെല്ലാം തെളിഞ്ഞു വരും. സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ഏതെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായി യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് മോചനം നൽകണമേ. എൻ്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് സൗഖ്യമാക്കണമേ. എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനം നൽകണമേ. യേശുവിനൊന്നും അസാധ്യമല്ല എന്ന് നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അവിടെ പൂർണ്ണമായി കർത്താവ് ബോധ്യപ്പെട്ടാൽ അത്ഭുതം നടന്നിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഏത് വലിയ പ്രതിസന്ധി ആയാലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ, കർത്താവിനോട് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാൻ ആമേൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പിന്നെയും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പച്ച സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആമേൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഞങ്ങൾ വളരെ മിടുക്കരാണ്, വളരെ കഴിവുള്ളവരാണ്, ബുദ്ധിമാന്മാരാണെന്നൊക്കെ തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾ ചില സംഗതികളുടെ മുമ്പിൽ, ചില കാര്യങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന സന്ദർഭങ്ങളുമുണ്ട്. പണവും പ്രതാപവും ഉണ്ടായാലും ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് സകലവും തകിടം മറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്തോത്രം. കർത്താവേ, അത് അങ്ങനെയുള്ള മനുഷ്യർ ദൈവത്തോടു കൂടെ അടുക്കേണ്ടതിന് വേണ്ടി ആകണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്തോത്രം. ആ പ്രിയ പിതാവ് മകനെയും കൊണ്ട് അങ്ങയുടെ അടുക്കൽ വന്നപ്പോൾ അങ്ങ് വിടുതൽ നൽകി അവരെ സഹായിച്ചതുപോലെ കർത്താവ് ഈ നാളുകളിൽ പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും രോഗങ്ങളാലും വലയുന്ന
ഒത്തിരി പേർ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്, ഞങ്ങളുടെ പരിചയത്തിലുണ്ട്. അവരെല്ലാം അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ വരുവാനുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിൽ നൽകണമേ. അങ്ങനെ കടന്നു വരുന്നവരെ അങ്ങ് പൂർണ്ണമായിട്ടും തള്ളിക്കളയാതെ അവരെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. കർത്താവേ, ആരുടെയും കുറവുകൾ കർത്താവ് കണക്കിടുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിൻ്റെ കാര്യം അങ്ങ് നീട്ടണമേ, ഒന്ന് തൊടണമേ, ഒരു വാക്ക് ശാസിക്കണമേ. കർത്താവെ, ഏത് ദുരാത്മാവും അങ്ങയുടെ മുമ്പിൽ കർത്താവെ ഹല്ലേലൂയ നിൽക്കുവാൻ കഴിയാതെ ഓടിപ്പോകുമല്ലോ. സ്തോത്രം. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പല ഭവനങ്ങളിലും കർത്താവെ സ്വസ്ഥതയില്ല, സമാധാനമില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വലിയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒരു ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ദുരവസ്ഥ നമുക്ക് ബോധ്യമാകും. പല വിധത്തിലുള്ള ഭാരങ്ങളാൽ അവർ വലഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കർത്താവേ. അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമകൾ നന്ദിയോട് സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കണമേ, ഭൂതഗ്രസ്തരെ മോചിപ്പിക്കണമേ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മക്കളെ നൽകി മാനിക്കണമേ. ഉപജീവന വഴികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവേ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ. വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വിസ നൽകി സഹായിക്കണമേ. വിദേശ യാത്രകളിൽ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വഴിയും വാൽ തുറന്നു കൊടുക്കണമേ. വിമാന സർവീസുകൾ പുനരാരംഭിക്കണമേ. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമേ. പലവിധമായ കടഭാരങ്ങളാൽ ഞെരുക്കത്താൻ കഴിയുന്നവരെ കർത്താവ് മോചിപ്പിക്കണമേ, അവിടുന്ന് വിടുവിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവേ. അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഞങ്ങളിതാ സമസ്ത വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് കർത്താവ് എല്ലാ വിഷയങ്ങളെയും ഏറ്റെടുത്തതിനാണ് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങ് വിടുതൽ നൽകി സഹായിച്ചതിനാണ് സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക, വിടുതൽ പ്രാപിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കും. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.